Dear students, good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ബാങ്കിങ് സെക്ടർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ തേർഡ് ചാപ്റ്റർ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ബോണസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റ് എന്താണോ അതിന് അഡീഷണൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അഡീഷണൽ കിട്ടുന്ന ബെനിഫിറ്റിനാണ് നമ്മൾ ബോണസ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ലിസൺ ഹിയർ. The company issue new shares to the existing shareholders out of profit and all reserves with free of cost instead of paying dividend in cash. These are free shares or bonus shares. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ഒരു റിസർവ്സിന്റെ ഒരു പോർഷന്, അതായത് പ്രോഫിറ്റ് ഓരോ വർഷവും ഉണ്ടാക്കുമ്പോഴും കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിവിഡൻഡ് സാധാരണഗതിയിൽ കൊടുക്കുന്നത് ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ കമ്പനീൻ്റെ ക്യാഷ് പൊസിഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് ക്യാഷിൻ്റെ പൊസിഷൻ, ലിക്വിഡ് ക്യാഷിന് പൊസിഷനിൽ മാറ്റം വരുത്താണ്ട് കണ്ടിട്ട് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കമ്പനീൻ്റെ റിസർവിന്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ, ഇപ്പൊ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ വോളിയം കുറയും. ദെൻ ക്യാപിറ്റലിന്റെ വോളിയത്തിൽ എന്താ ഉണ്ടാവുക, ഒരു ചേഞ്ചസും സംഭവിക്കില്ല, ആണല്ലോ. അതായത് നമ്മുടെ കയ്യിൽ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിന്റെ ഇപ്പോൾ 10,000 rupees ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ 10,000 rupees ക്യാഷ് എന്തെന്ന് പോയി, പ്രോഫിറ്റിൽ നിന്ന് പോയി, ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കിട്ടുകയും ചെയ്തു. അതായത് ഡിവിഡൻഡ് എന്ന രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് 10,000 rupees പോയി. പക്ഷെ ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്, റിസർവ് നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം ഡിവിഡൻഡ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അത് എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷൻ എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ഈക്വൽ ആയിക്കൊണ്ട് ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഈ ബെനിഫിറ്റിനെ ആണ് നമ്മൾ എന്ത് പറയുക, ബോണസ് ഷെയർസ് എന്ന് പറയുക. സോ ദ കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എവിടെ നിന്നാണ് ഫണ്ട് എടുക്കുന്നത്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഓർ റിസർവ്സ് വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള എക്സ്പെൻസും വാങ്ങിക്കാതെ കണ്ടിട്ട് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ് ഇൻ ക്യാഷ്, ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തു കൊടുക്കുന്നു. എവിടുന്ന് ഫണ്ട് എടുത്തിട്ട്, പ്രോഫിറ്റ് നിന്ന് അല്ലെങ്കിൽ റിസർവ്സ് നിന്ന്. ദീസ് ആർ ഫ്രീ ഷെയർസ് ഓർ ബോണസ് ഷെയർസ്. ഇനി ഇവിടെ എന്താണ് അത് ചെയ്യുന്നത് പോലും സംഭവിക്കുന്നത്, റിസർവ്സ് ഓർ പ്രോഫിറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. റിസർവ്സ് ഓർ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കയ്യിൽ നിന്നും ക്യാഷ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്, ക്യാഷ് പോവുമല്ലോ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം, ഇപ്പോൾ ഒരു 1,000 rupees പ്രോഫിറ്റ് എന്ന് എടുത്തു, പ്രോഫിറ്റ് നിന്ന് 1,000 rupees എടുത്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഷെയർ വന്നിട്ട് ഇവിടെ ക്യാപിറ്റലിന്റെ വോളിയം 1000 കൂടും, പ്രോഫിറ്റിന്റെ വോളിയം എന്തായിരിക്കും, 0 ആവും എന്ന് പറഞ്ഞപ്പോൾ പ്രോഫിറ്റ് ടോട്ടൽ 1,000 rupees ഉണ്ടെന്നെങ്കിൽ ഇവിടെ ഓൾറെഡി ഓതറൈസ്ഡ് ക്യാപിറ്റൽ കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയറിന്റെ എണ്ണം കൂടുന്നു. അപ്പോൾ ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയും പ്രോഫിറ്റിന്റെ വോളിയം കുറയുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റൊരു സ്ഥിതിയിലാണെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ക്യാഷ് അസറ്റ്സ് നിന്ന് ക്യാഷിന്റെ വോളിയം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിന്റെ വോളിയം കുറച്ച് കാണിക്കുന്നു, അതോടൊപ്പം ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. സോ റിസർവ്സ് ഓർ പ്രോഫിറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. അപ്പൊ ആ റിസർവ്സ് നിന്ന് എടുത്ത ഫണ്ട് എടുത്തിട്ട് ഇവിടെ ഷെയർ കൊടുത്തത് കൊണ്ട്
ആ ഷെയർ അവിടെ കമ്പനി കിടക്കുന്നു. സോ കൺവേർട്ടഡ് ഇൻടു ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് ഓർ ക്യാപിറ്റൽ ബോണസ്. ഇപ്പൊ എക്സാമിന് മേ ബി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ബോണസ് ഷെയർസ് എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് യു മീൻ ബൈ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ്, or what do you mean by capitalization of reserves, or what do you mean by capital bonus? അപ്പോൾ ക്യാപിറ്റൽ ബോണസ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും ബോണസ് ഷെയർ ആണ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. എന്തിനു പകരമാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. അങ്ങനെ കിട്ടുന്ന ആ ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? ദീസ് ആർ ഫ്രീ ഷെയർസ്. അത് ഫ്രീ ഷെയർ ആണ്. അതുകൊണ്ട് ആ ഷെയറിനെ നമ്മൾ ബോണസ് ഷെയർ എന്ന് ട്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഇഫക്ട്സ്. ഇത് കമ്പനിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ ഒരു ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പോൾ ആയിരക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവർ ഹോൾഡ് ചെയ്തതിന്റെ ബേസ് അനുസരിച്ച് കൊണ്ട് അവർക്ക് ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കമ്പനിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഒന്നാമത്തെ ഫാക്ട്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. ഓർഡിനറി ഷെയർസ് ആണ് കൂടുന്നത്, അല്ലാതെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് അല്ല. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്, ഷെയർസിന്റെ എണ്ണം കൂടുന്നു. ഇപ്പൊ നേരത്തെ 100 ഷെയർസ് ആണ് ഉള്ളതെങ്കിൽ ഇപ്പൊ ബോണസ് ഷെയർ 10 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തെങ്കിൽ ഷെയറിന്റെ എണ്ണം 110 ആയി മാറുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. നേരത്തെ 100 ഷെയർ ഉണ്ടായിരുന്നുള്ളൂ, ബോണസ് ഷെയർ കൂടി ഇഷ്യൂ ചെയ്യുമ്പോൾ 10 ഷെയർ കൂടുതലായി. അങ്ങനെ ടോട്ടൽ ഷെയർസിന്റെ എണ്ണം 110. Then second one, net worth is unaffected. എന്താ net worth is unaffected എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. ഇതാണ് നമ്മുടെ റൂള്. ഇതാണ് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ അസറ്റ്സിന് ഈക്വൽ ആണ് ക്യാപിറ്റലും ലാബിലിറ്റിയും കൂടി ആഡ് ചെയ്താല്. അപ്പൊ ഇവിടുത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് നോക്കാം. അപ്പൊ കമ്പനീന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതുപോലെ റിട്ടേൺഡ് ഏർണിംഗ്സ്, ദാറ്റ് മീൻസ് റിസർവ്സ്, ക്യാപിറ്റൽ റിസർവ്സ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ജനറൽ റിസർവ്സ് എക്സെട്ര, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്സ്, then third parties in the liabilities. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറും ഈ ലാബിലിറ്റിയും തമ്മിലുള്ള ഈ ബന്ധം എന്ത് ചെയ്യുന്നില്ല? അസറ്റിനെ ഒരിക്കലും എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, റിസർവ്സ് നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റിന്റെ വോളിയം കുറയുന്നു, അതുപോലെ റിസർവ്സിന്റെ വോളിയം കുറയുന്നു എന്ന് കരുതി അതെന്ത് ചെയ്യുന്നില്ല? അസറ്റിനെ ഒരിക്കലും ഇഫക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ 12 രൂപയുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, അതിൽ 10 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ 5 റുപ്പീസിന്റെ റിസർവ് ഉണ്ട് എന്ന് കരുതുക. അപ്പൊ ഈ ക്യാപിറ്റല് 12 രൂപ, ദെൻ റിസർവ്സിന്റെ, അതായത് പ്രോഫിറ്റിന്റെ 10ഉം റിസർവ്സിന്റെ 5ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോഫിറ്റ് എന്ന് 5 റുപ്പീസ് എടുത്തിട്ട് ക്യാപിറ്റലിന്റെ വോളിയം കൂട്ടി കൊടുക്കുന്നു, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പൊ പിന്നെ ഇവിടെ എന്ത് ഉണ്ടാവുള്ളൂ? 5 ബാലൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ എമൗണ്ട് ഈക്വൽ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന സെയിം എമൗണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്തില്ല? അസറ്റിനെ ബാധിച്ചില്ല. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. സോ നെറ്റ് വർത്ത് ഈസ് അൺഅഫക്റ്റഡ്. തേർഡ് വൺ, റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ. റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ, അതായത് ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയറിന്റെ എണ്ണം കൂടി എന്ന് കരുതികൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഡിവിഡൻഡിന്റെ വോളിയം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? ഡിവിഡൻഡിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അത്രയും ഡിവിഡൻഡ് കൊടുത്തു തീർക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഷെയർ ഹോൾഡേഴ്സിന് ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് പുറത്തേക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഡിവിഡൻഡ് പുറത്തേക്ക് ലിക്വിഡ് ക്യാഷ് ആയി പോകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? കമ്പനിയിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടക്കുകയാണ് ആസ് ക്യാപിറ്റൽ എന്ന രീതിയിൽ. സോ റെഡ്യൂസ്ഡ് ഡിവിഡൻഡ് പെർ ഷെയർ. ദെൻ നോ എഫക്ട് ഓൺ ദ അസറ്റ്സ്. അസറ്റ്സിനെ എഫക്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ നേരത്തെ കണ്ടു. അതായത് അസറ്റ്സിന്റെ വോളിയത്തിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ക്യാഷ് പേയ്മെന്റ്,
അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് അടക്കുന്നില്ല. അവർക്ക് പുതിയ ഷെയർ കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ കിട്ടുന്ന ഷെയറിൽ അവർ ഒരിക്കലും ക്യാഷ് പേയ്മെന്റ് നടത്തുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അസറ്റ് സൈഡിൽ ക്യാഷിന്റെ വോളിയം കൂടുന്നില്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുന്നത് കൊണ്ട്. സോ നോ എഫക്ട് ഓൺ ദി അസറ്റ്സ്. ഇനി അടുത്ത പാർട്ട്, കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് എന്താണ്? ഇത് മേ ബി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷനാണ് ഫോളോ ചെയ്യേണ്ടത്? അപ്പൊ ആ കണ്ടീഷൻസിൽ ഒന്നാമത്തെ പറയുന്ന ഫാക്ട് ആണ് ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ്. ഇപ്പൊ കമ്പനിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പൊ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം എന്ത്, ദെൻ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അപ്പൊ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള ഫാക്ട് എന്ത് ചെയ്യണം, കമ്പനീന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. സോ ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. രണ്ടാമത്തെ പാർട്ട്, അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. ഇപ്പൊ ജനറൽ മീറ്റിംഗ് വിളിക്കുന്ന സമയം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എന്ത് ചെയ്യണം, ജനറൽ മീറ്റിംഗിന് കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കണം. അപ്പൊ ജനറൽ മീറ്റിംഗിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈ പറയുന്ന ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള ഫാക്ട് സമ്മതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അപ്രൂവല്, ദാറ്റ് മീൻസ് എല്ലാ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ജനറൽ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണോ ആ മെമ്പേഴ്സിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. Third one, sufficient profit and reserves. A company should have sufficient profit or reserves. അപ്പൊ അങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് ആർട്ടിക്കിൾസ് പറഞ്ഞതുകൊണ്ടോ ജനറൽ മീറ്റിംഗ് വിളിച്ച് ഷെയർ ഹോൾഡേഴ്സിന് സമ്മതം വാങ്ങിയതുകൊണ്ടോ കാര്യമില്ല. എന്ത് ചെയ്യണം, സഫീഷ്യന്റ് ആയി നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് എന്നോ റിസർവ് എന്നോ ഫണ്ട് എടുത്തിട്ടാണ് ഈ ബോണസ് ഷെയറിന്റെ ഇഷ്യൂ ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യണം, സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്. കമ്പനി ഷുഡ് ഹാവ് സഫീഷ്യന്റ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ്. Then it should be satisfy the guidelines issued by SEBI. That means in relating to issue of bonus shares should satisfy the guidelines issued by SEBI. SEBI എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അതോറിറ്റി ആണ്. That means സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുക, എപ്പോഴൊക്കെയാണ് അതിൻ്റെ അലോട്ട്മെന്റ് മണി, അപ്ലിക്കേഷൻ മണി, കോൾ മണി വാങ്ങിക്കേണ്ടത്, എപ്പോഴാണ് ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളത്, ദെൻ എത്ര പീരീഡ് കൊണ്ട് അത് ക്ലോസ് ചെയ്യണം, ദെൻ കമ്പനീൻ്റെ റിഡംഷൻ നടക്കുന്നത് ഏത് സമയത്താണ്, അതുപോലെ റീപേയ്മെന്റ് നടത്തേണ്ടത് ഏത് സമയത്താണ്, ക്യാൻസൽ ചെയ്യേണ്ടത് ഏത് സമയത്താണ്, കമ്പനിയുടെ ലിക്വിഡേഷൻ എപ്പോഴായിരിക്കണം എന്ന് പറയുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നവരാണ് ആര്, സെബി. അപ്പൊ ആ സെബിന്റെ ഗൈഡ് ലൈൻസുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷുഡ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പൊ നമ്മള് ചില കസ്റ്റമേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തായിരിക്കും ഇവിടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിരിക്കും. അപ്പൊ ആ പാർട്ട്ലി പെയ്ഡ് അപ്പിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോണസ് ഷെയർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ എന്താണ് ബോണസ് ഷെയർ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, അത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഫോളോ. നെക്സ്റ്റ് ടോപ്പിക്, സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. നമ്മൾ പറഞ്ഞു ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തുന്നു. അപ്പോൾ ബോണസ് ഇഷ്യൂ നടത്തുന്നതിനുള്ള സോഴ്സസ് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? നമ്പർ 1, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൈബാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഡംഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂട്ടിലൈസ് ചെയ്യുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂട്ടിലൈസ് ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം, ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്യാം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് യൂട്ടിലൈസ് ചെയ്യാം, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആയിരിക്കണം, സർപ്ലസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ ഇത്രയും സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ, ദാറ്റ് മീൻസ് ഫുള്ളി പെയ്ഡ് അപ്പ്, ദെൻ പാർട്ട്ലി പെയ്ഡ് അപ്പ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പിൽ എങ്ങനെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക?
അതുപോലെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ട് എങ്ങനെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ അതിന്റെ ഈ രണ്ട് ഫാക്ടിന്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഇതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് പാർട്ട്ലി പെയ്ഡ് അപ്പ്. ഫുള്ളി പെയ്ഡ് അപ്പിലും പാർട്ട്ലി പെയ്ഡ് അപ്പിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പിന്റെ അക്കൗണ്ടിങ് ജേണൽ എൻട്രീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫുള്ളി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പിൽ അപ്പൊ നമുക്കറിയാം പാറിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിനും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് അറ്റ് പാറില് ഫുള്ളി പെയ്ഡ് അപ്പിന്റെ കേസിൽ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അടുത്ത ജേണൽ എൻട്രി. അപ്പൊ ഇതിന് ജേണൽ എൻട്രി എഴുതുന്നത് രണ്ട് ഫാക്ടറാണ്. ഒന്ന് കമ്പനി ഡിക്ലെയർ ചെയ്യുമ്പോൾ, അതായത് ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുക, ബോണസ് ഷെയർ കൊടുക്കാന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ജേണൽ എൻട്രിയും, ആ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്കൻഡ് ജേണൽ എൻട്രി, ഫസ്റ്റ് അത് ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക, പാറിനായിരുന്നാലും പ്രീമിയത്തിനായിരുന്നാലും. ഇപ്പോൾ സെക്കൻഡ് കേസ് പ്രീമിയത്തിൽ. ഫസ്റ്റ് കേസ് ഫുള്ളി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പില് അറ്റ് പാറ്, ദെൻ അറ്റ് പ്രീമിയം. ക്ലിയർ? ദെൻ പ്രീമിയം പാറിനാണ് നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം രണ്ട് ഫാക്ടിലാണ് ജേണൽ എൻട്രി എഴുതുന്നത്. ഒന്ന് ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്യുന്നതിന്, രണ്ടാമത്തത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്. അപ്പൊ ഡിക്ലെയർ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫണ്ട് കൊടുക്കുന്നത് എവിടെ നിന്ന് എടുത്തിട്ടാ? ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ്, അതുപോലെ ജനറൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇങ്ങനെ പറയുന്ന സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഫണ്ട് എടുത്തിട്ട് എവിടെ കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. സോ ഓൺ ദ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർസ്, അപ്പൊ ഫസ്റ്റ് ജേണൽ എഴുതുന്നത് ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്യുന്നതിനാണ്. അപ്പൊ ഡിക്ലെയർ ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ഫണ്ട് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് ഫണ്ട് എടുക്കുന്നു. അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് ഫണ്ട് എടുക്കുന്നു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് എന്ന് ഫണ്ട് എടുക്കുന്നു. സോ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ജനറൽ റിസർവ്, ജനറൽ റിസർവ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ഇങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ നമ്മൾ ബോണസ് ഷെയർ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഫണ്ട് എടുത്തിട്ടുള്ളത് അതിനെ എല്ലാത്തിനെയും പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കുക? ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. എന്താ നരേഷൻ ഉണ്ടാവുക? ഓൺ ദ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർസ്. ക്ലിയർ? ഓൺ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. ഇത് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫാക്ടിൽ നിന്നും നമ്മൾ ഫണ്ട് കണ്ടെത്തി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഇത് എന്ത് ചെയ്യണം? ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫണ്ട് കൊടുക്കണം, അതായത് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ബോണസ് കൂടുമ്പോൾ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൂടുന്നു, അതേസമയം ക്യാപിറ്റലിന്റെ വോളിയം എന്താവും? കൂടുന്നു. സ്വാഭാവികമായും ക്യാപിറ്റലാണ് ഇവിടെ കൂടുന്നത്, അതായത് ഷെയറിന്റെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടുന്നു. അപ്പൊ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ജേണൽ എൻട്രി ആദ്യം ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി എഴുതുന്നു. രണ്ടാമത്തെ പാർട്ടില് അതെന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിനെ
കൊടുക്കുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ഇനി എഴുതുന്നത്. സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന്, സെക്കൻഡ് പാർട്ട് ഇഷ്യൂ ഓഫ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്തതാ, അത് സെയിം എമൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ടു ഷെയർ ക്യാപിറ്റൽ, ടു ഷെയർ ക്യാപിറ്റൽ. പരിസ്ഥിതിയാണല്ലേ. ക്ലിയർ? ഇവിടെ എന്താ നരേഷൻ ഉണ്ടാവുക? ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് ജേണൽ. ഇനി ഇത് പ്രീമിയത്തിനാണെങ്കിൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഫാക്ടറിൽ എഴുതിയിട്ടുള്ള സെയിം ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിനാവുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ജനറൽ റിസർവ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾ ക്രെഡിറ്റും ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇഷ്യൂ ചെയ്യുമ്പോൾ, അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിന് മാറ്റം സംഭവിക്കുന്നുള്ളൂ. എന്താ ഉണ്ടാവുക? അപ്പോൾ പ്രീമിയത്തിന് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി ഇവിടെ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ, general reserve account debtor, then profit and loss account, then credit debtor to bonus to shareholders account. ഫസ്റ്റ് ജേണൽ. ഇനി ഇതുപോലെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട്, ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, bonus to shareholders account debtor to share capital, then to security premium reserve account. ഇപ്പോൾ എന്തായി? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അറ്റ് പ്രീമിയം നരേഷൻ വരും ഇവിടെ ഓൺ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പാറിന് ഇഷ്യൂ ചെയ്തു, അതുപോലെ പാറിന് ഡിക്ലെയർ ചെയ്തു, പാറിന് ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിന് ഡിക്ലെയർ ചെയ്തു, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ പ്രീമിയത്തിലാകുമ്പോൾ കൂടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും കൂടി എന്ത് ചെയ്യാനുണ്ടാവും? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ അറ്റ് പ്രീമിയം. അപ്പോൾ എമൗണ്ട് റെഡി. ദെൻ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാനുള്ള ജേണൽ എൻട്രി എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇത് ഏത് സമയത്താണ് ഈ ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുക? ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർസ് ഓർ ബോണസ് ഇഷ്യൂ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്സ്. അതായത് റിസർവിൽ നിന്നോ പ്രോഫിറ്റിൽ നിന്നോ ഫണ്ട് എടുത്തിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഡിക്ലറേഷൻ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ജേണൽ എൻട്രി എഴുതുന്നത്. Then share final call account debtor to share capital. അതായത് on making due the final call money due ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. അതായത് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുകയാണല്ലോ. നമ്മൾ ഫൈനൽ കോൾ മണിയാണ് കിട്ടാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫൈനൽ കോൾ മണിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ ഓൺ മേക്കിംഗ് ദി ഡ്യൂ ഓൺ ഫൈനൽ കോൾ. Then bonus to shareholders account debtor to share final call. That means on utilization of bonus. നമ്മൾ എന്ത് ചെയ്തു? ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയറിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റി. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ പാർട്ട്ലി പെയ്ഡ്, അതായത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടും ദെൻ ഇവിടെ ഷെയർ ഫൈനൽ കോളിലെ എമൗണ്ടും തമ്മിൽ ചില വാരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം വാരിയേഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് ആയിട്ട് അടക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ, അതായത് ബോണസ് ഷെയർസ്, ഒരു 300 റുപ്പീസിന്റെ ബോണസ് ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതാം. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് അത്രേ കിട്ടുള്ളൂ, 300 റുപ്പീസ്. പക്ഷെ ഇയാളുടെ ഷെയർ ഫൈനൽ കോള് ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാൻ 400 റുപ്പീസിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ,
400 റുപ്പീസിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിൽ എത്ര രൂപയെ വരുള്ളൂ, 300 റുപ്പീസേ വരുള്ളൂ. കാരണം കമ്പനി അത്ര ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, 300 റുപ്പീസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇയാളുടെ ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണമെങ്കിൽ 400 റുപ്പീസ് വേണം. ഇത് അസ്യൂം ചെയ്യാണ്, അസ്യൂംഡ് വാല്യൂ ആണ്. 400 റുപ്പീസ് വേണം എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇയാളിൽ നിന്നും 100 രൂപയും കൂടി ക്യാഷ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് നമുക്ക് കിട്ടുകയാണല്ലോ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ക്യാഷ് കിട്ടില്ലേ, അപ്പോൾ ക്യാഷിന്റെ വോളിയം ഇവിടെ 100 റുപ്പീസ് കാണിക്കണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതായത് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ടും ദെൻ അയാളുടെ ഫൈനൽ കോൾ മണി ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാനുള്ള വാല്യൂവും തമ്മിൽ ഡിഫറൻറ്റ് വന്നാൽ എത്രയാണോ ഷോർട്ട് ഉള്ളത് അത്രയും തുക ആ ഷെയർ ഹോൾഡർ ക്യാഷ് ആയിട്ട് നമ്മൾക്ക് തരണം. ഇപ്പൊ കമ്പനിക്ക് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ ഒത്തിരി ഷെയർ ഹോൾഡർമാരുണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും ഫൈനൽ കോൾ മണി ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാനുള്ള വാല്യൂന് ഈക്വൽ ആയ ഷെയർ ബോണസ് ഷെയർ കൊടുക്കാന്നുള്ളതൊന്നും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ചില ഷെയർ ഹോൾഡർമാര് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാൻ ഈക്വൽ അല്ലാത്ത എമൗണ്ട് ആയിരിക്കാം കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അത്തരം സന്ദർഭം വരികയാണെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ആ ഷെയർ ഹോൾഡർ അടച്ചു കൊടുക്കേണ്ടി വരും. അതായത് ഫുള്ളി പെയ്ഡിനെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാൻ സർട്ടൺ എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ എമൗണ്ട് എത്രയാണ്, അതായത് ബോണസ് കൊടുത്തിട്ടും എമൗണ്ട് എക്സ്ട്രാ കിടക്കുകയാണെങ്കിൽ അത് അയാളിൽ നിന്നും ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്നു. ആ ക്യാഷ് അക്കൗണ്ടിനെ ഇവിടെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു ₹100. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 400 റുപ്പീസ് ഈക്വൽ ആയി പോകും. സോ ടു ഷെയർ ഫൈനൽ കോൾ ₹400 റുപ്പീസ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു കേസാണ് വരുന്നതെങ്കിൽ എക്സ്ട്രാ വരുന്ന എമൗണ്ട് അയാളിൽ നിന്ന് ക്യാഷ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. ഇതാണ് ഇതിനകത്തുള്ള ജേണൽ എൻട്രീസ്. അപ്പോൾ എന്താണ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ, ബോണസ് ഷെയർ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക, എന്ത് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുവാൻ, ദെൻ അതിൻ്റെ ഏതൊക്കെ സോഴ്സസ് ആണ് ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് ബോണസ് ഏതെല്ലാമാണ്, അതായത് പാർട്ട്ലി പെയ്ഡും ഫുള്ളി പെയ്ഡും. അപ്പോൾ ഫുള്ളി പെയ്ഡിൽ പാറിലും പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട്സ് ദ ജേണൽ എൻട്രി. അതുപോലെ തന്നെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ജേണൽ എൻട്രി ആണ് റൈറ്റ് ചെയ്ത് പോവുക. ഇത്രയും പാർട്ടാണ് ഫസ്റ്റ് പാർട്ടായിട്ട് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.